ഇനി അടുത്തത് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ഫോർ എലിപ്റ്റിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ സെക്ഷനിലെ ഒരു റീമാർക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൻ വി കൺസിഡർ ദ ഡിറിച്ലെറ്റ് പ്രോബ്ലം ഏർലിയർ. അപ്പോൾ നമ്മൾ മുന്നൊക്കെ ചെയ്തിട്ടുള്ള ഡിറിച്ലെറ്റ് പ്രോബ്ലം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു പ്രോബ്ലം ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അതിന് ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി സംടൈംസ് ഹാഡ് ടു ഡിവൈഡ് ദ പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലംസ്. നമുക്ക് ഒരു പ്രോബ്ലത്തിനെ തന്നെ രണ്ട് സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട കേസസ് വരും. Each of which involved homogeneous Dirichlet conditions on two opposite edges of the rectangle. അപ്പോൾ നമ്മുടെ ഒരു റെക്റ്റാങ്കിൾ റീജിയനിൽ നമ്മളൊരു ഡിറിച്ലെറ്റ് പ്രോബ്ലം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ ആ ഒരു പ്രോബ്ലത്തിനെ അതിൻ്റെ തന്നെ ടു സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ആ ഡിവൈഡ് ചെയ്യുന്ന രണ്ട് സബ് പ്രോബ്ലംസ് എങ്ങനെയായിരിക്കും? അത് ഹോമോജിനിയസ് ഡിറിച്ലെറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എങ്ങനെ? റെക്റ്റാങ്കിളിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് എഡ്ജസിലെ ഹോമോജിനിയസ് ഡിറിച്ലെറ്റ് കണ്ടീഷനായിട്ട് അത് ഇൻവോൾവ് ചെയ്യും. ആ ഹോമോജിനിയസ് ഡിറിച്ലെറ്റ് കണ്ടീഷനെ ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും ഈ രണ്ട് സബ് പ്രോബ്ലംസും. ഇനി എ സിമിലർ ഡിവിഷൻ ഈസ് സംടൈംസ് നീഡഡ് ഫോർ ദി ന്യൂമാൻ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഇവിടെ മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തത് ഒരു ന്യൂമാൻ ബൗണ്ടറി കണ്ടീഷനാണ്. അപ്പോൾ ആ ന്യൂമാൻ പ്രോബ്ലത്തിലും ഇതുപോലെ ഡിവിഷൻ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ന്യൂമാൻ പ്രോബ്ലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ രണ്ട് സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം ഈ നെസസറി എക്സിസ്റ്റൻസ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന രണ്ട് സബ് പ്രോബ്ലംസ് അത് നെസസറി എക്സിസ്റ്റൻസ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അത് ഇറ്റ് ഈസ് നോട്ട് ഗ്യാരണ്ടി ഇല്ല ആ സബ് പ്രോബ്ലംസ് അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ഡെമോൺസ്ട്രേറ്റ് ദ ഡിഫിക്കൽറ്റി. അപ്പോൾ ഇതിൻ്റെ ഡിഫിക്കൽറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്, ആ ഡിഫിക്കൽറ്റി മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതിപ്പോൾ നമുക്ക് മുന്നിലൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റെമഡിയാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അതാണ് ഈ റീമാർക്കിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞു, ഒരു ഡിറിച്ലെറ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഒരു പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് പോലെ ന്യൂമാൻ പ്രോബ്ലത്തിലെ ഒരു പ്രോബ്ലം തന്നിട്ട് അതിന് നമുക്ക് രണ്ട് സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഡിറിച്ലെറ്റ് പ്രോബ്ലത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം നമുക്ക് നേരിട്ടേക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ന്യൂമാൻ പ്രോബ്ലത്തിലെ ഒറിജിനൽ പ്രോബ്ലം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നത്തെയുള്ള പ്രോബ്ലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെസസറി എക്സിസ്റ്റൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് സബ് പ്രോബ്ലംസ് ഈ നെസസറി എക്സിസ്റ്റൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ അടുത്ത് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു ലാപ്ലേസ് ഇക്വേഷനിൽ ന്യൂമാൻ പ്രോബ്ലം കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ യു ഈക്വൽ ടു 0 എക്സ് ബിലോങ്സ് ടു ഓം, ഡെൽറ്റ എൻ യു ഈക്വൽ ടു ജി എക്സ് ബിലോങ്സ് ടു ഡെൽറ്റ ഓം എന്ന് കിട്ടും. അപ്പോൾ ലാപ്ലേസ് ഇക്വേഷനിൽ ഒരു ന്യൂമാൻ പ്രോബ്ലം കൺസിഡർ ചെയ്യണം. ഇനി ഈ കണ്ടീഷൻ ഇൻ്റഗ്രൽ ഡെൽറ്റ ഓം ജി ഡി എസ് ഈക്വൽ ടു 0 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ബൗണ്ടറി ഓമാണ്. ആ ഓമിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. രണ്ട് പാർട്സ് ആയിട്ട് ഈ ഓമിനെ എന്ത് ചെയ്യാൻ പോവാണ്? സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡെൽറ്റ ഓം ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതി? ഡെൽറ്റ ഓം ഈക്വൽ ടു ഡെൽറ്റ 1 ഓം യൂണിയൻ ഡെൽറ്റ 2 ഓം. അപ്പോൾ ഡെൽറ്റ ഓമിനെ രണ്ട് പാർട്സിൻ്റെ യൂണിയൻ ആയിട്ട് എഴുതാണ്. ഡെൽറ്റ 1 ഓം യൂണിയൻ ഡെൽറ്റ 2 ഓം എൻ്റെ യൂണിയൻ ആയിട്ട് നമ്മൾ ഡെൽറ്റ ഓമിനെ എഴുതി. ഇനി ഡിഫൈൻ യു ഈക്വൽ ടു u1 പ്ലസ് u2. യുവിനെ നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ്? യു ഈക്വൽ ടു u1 പ്ലസ് u2 ആണ് ഡിഫൈൻ ചെയ്തു. u1 u2 ആർ ബോത്ത് ഹാർമോണിക് ഇൻ ഓം. u1ഉം u2ഉം ഓമിൽ ഹാർമോണിക്കുമാണ്. അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഡെൽറ്റ എൻ u1 എടുക്കുമ്പോൾ ഡെൽറ്റ 1 ഓമിലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുക ജിയും, ഡെൽറ്റ 2 ഓമിലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ 0യും കിട്ടും. ആ കണ്ടീഷനാണ് ഡെൽറ്റ എൻ u1 എടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുക. ഇനി ഡെൽറ്റ എൻ u2ൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ 1 ഓമിലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്താണ് കിട്ടുക? 0 ആണ് കിട്ടുക. അതുപോലെ ജി എക്സ് ബിലോങ്സ് ടു ഡെൽറ്റ 2 ഓം, അതായത് ഡെൽറ്റ 2 ഓമിലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ജി കിട്ടും. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എൻ u1ൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ 1 ഓമിലെ എലമെൻ്റ് എടുക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. പക്ഷേ ഡെൽറ്റ 2 ഓം എടുക്കുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. അതുപോലെ ഡെൽറ്റ എൻ u2 എടുക്കുമ്പോൾ
ഡെൽറ്റ 1 ഓമിലെ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ സീറോയും കിട്ടും. ഡെൽറ്റ 2 ഓമിലെ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സം വാല്യൂ കിട്ടും. ഇനി the difficulty is that now existence condition may not hold separately for u1 and u2. നമ്മൾ പറഞ്ഞു u1 u2 ഓമിലെ ഹാർമോണിക് ആണ്, പക്ഷേ u1 u2നും സെപ്പറേറ്റ് ആയിട്ട്, അതായത് u1 പ്ലസ് u2 പറയണ നമ്മൾ യുവിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താ, u1 പ്ലസ് u2. ആ u എന്ന് പറഞ്ഞത് നെസസറി കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ u1നെയും u2നെയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ u1 തന്നേക്ക് എക്സിസ്റ്റൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല, അതുപോലെ u2 തന്നേക്ക് എക്സിസ്റ്റൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഓവർകം ചെയ്യുക? നമ്മുടെ ഗിബ്സ് ഫിനോമിനൻ, നമ്മൾ നേരത്തെ മുമ്പ് പഠിച്ചിട്ടുള്ള ഗിബ്സ് ഫിനോമിനൻ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. വി ആഡ് ടു എ സൊല്യൂഷൻ ഹാർമോണിക് പോളിനോമിയൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മളൊരു ഹാർമോണിക് പോളിനോമിയൽ ഇവിടെ ആഡ് ചെയ്യും സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷനിൽ നമ്മളൊരു ഹാർമോണിക് പോളിനോമിയൽ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർമോണിക് പോളിനോമിയൽ ഏതാ, പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാർമോണിക് പോളിനോമിയലാണ് നമ്മളിവിടെ എടുക്കുന്നത്. പി ഓഫ് എക്സ് വൈ ആണ് നമ്മുടെ എന്ത് കിട്ടി, നമ്മൾ പറഞ്ഞു ഗിബ്സ് ഫിനോമിനൽ ചെയ്ത പോലെ നമ്മളൊരു ഹാർമോണിക് പോളിനോമിയൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ആഡ് ചെയ്യണതാണ് പി ഓഫ് എക്സ് വൈ. ഇനി ആ പി ഓഫ് എക്സ് വൈ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, പി ഓഫ് എക്സ് വൈ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇൻ്റഗ്രൽ ഡെൽറ്റ 1 ഓം ഡെൽറ്റ എൻ വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ 1 ഓമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ എൻ പി ഓഫ് എക്സ് കോമ വൈ ds നോട്ട് ഈക്വൽ ടു 0. അതായത് ഡെൽറ്റ പി നമ്മൾ എടുക്കുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ 1 ഓമിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ആൻഡ് പി ഓഫ് എക്സ് വൈ dsനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാൻ പാടില്ല, 0 കിട്ടാൻ പാടില്ല, ഒരു നോൺ സീറോ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കാം. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹാർമോണിക് പോളിനോമിയൽ x² - y² എടുക്കുകയാണ്. അപ്പോൾ പി ഓഫ് എക്സ് വൈ നമ്മൾ എന്തായിട്ട് എടുത്തു, പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു x² - y² ആയിട്ട് എടുത്തു. ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ 1 ഓം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ds ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല, നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടുക. അതായത് നമ്മളെടുത്തു ഇൻ്റഗ്രേറ്റ് ഡെൽറ്റ വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ 1 ഓമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x² - y² ds നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എടുക്കുന്നത്. ഇനി അസ്യൂം അപ്പോൾ അങ്ങനെയുള്ളൊരു x² - y² അങ്ങനെയുള്ളൊരു പോളിനോമിയലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി വി ദെൻ സെർച്ച് ഫോർ ഹാർമോണിക് ഫംഗ്ഷൻ v1 ആൻഡ് v2. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ ഹാർമോണിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷന് നമ്മളൊരു v1 and v2 എന്ന് പറഞ്ഞിട്ടുള്ള ഹാർമോണിക് ഫംഗ്ഷൻ സെർച്ച് ചെയ്യാണ്. ന്യൂമൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന v1 and v2 ഉള്ള ഹാർമോണിക് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഡെൽറ്റ എൻ v1 നമ്മൾ നേരത്തെ u1 u2 നേരത്തെ പറഞ്ഞില്ലേ ഡെൽറ്റ എൻ u1 ഡെൽറ്റ എൻ u2 എടുത്തതുപോലെ ഇവിടെ ഡെൽറ്റ എൻ v1 ഉം ഡെൽറ്റ എൻ v2 എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡെൽറ്റ എൻ v1 ഈക്വൽ ടു സെറ്റ് g പ്ലസ് എ ഡെൽറ്റ എൻ x² - y² x ബിലോങ്സ് ടു ഡെൽറ്റ 1 ഓം. ഡെൽറ്റ 1 ഓമിലൊരു എലമെൻറ്റ് എടുക്കുമ്പോൾ ഡെൽറ്റ എൻ v1ൽ എന്ത് കിട്ടും, g പ്ലസ് എ ഡെൽറ്റ എൻ x² - y². അപ്പോൾ അതായത് ഈ x² - y²ൻ്റെ ഒരു സം കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് സം ഫംഗ്ഷൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതാണ് ഡെൽറ്റ 1 v1. അതുപോലെ ഡെൽറ്റ 1 v2 നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ 1 ഓമിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് എടുക്കുമ്പോൾ 0യും അതുപോലെ ഡെൽറ്റ 2 ഓമിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ കേസ് പോലെ g പ്ലസ് എ ഡെൽറ്റ എൻ x² - y². അതായത് ഡെൽറ്റ 2 ഓമിൻ്റെ കേസിലായിരിക്കും ഡെൽറ്റ എൻ v2 എക്സിസ്റ്റ് ചെയ്യുക. അതുപോലെ ഡെൽറ്റ 1 v1ൻ്റെ കേസ് ഡെൽറ്റ 1 v1 എപ്പോഴാണ് എക്സ് ബിലോങ്സ് ടു ഡെൽറ്റ 1 ഓമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക, ഒരു വാല്യൂ കിട്ടുന്നത് അപ്പോഴായിരിക്കും. ഇനി നമുക്ക് അവിടെ ഒരു പാരാമീറ്റർ വന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാരാമീറ്റർ എന്തായിരിക്കണം, സച്ച് ദാറ്റ് ദ സോൾവബിലിറ്റി കണ്ടീഷൻ ഹോൾഡ് ഫോർ v1.
അപ്പോൾ ഈ പാരാമീറ്റർ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ V1 സോൾവബിലിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇനി കാരണം എന്താ, ഒറിജിനൽ പ്രോബ്ലം അസ്യൂംഡ് ടു ബി സോൾവ്ഡ് ആൻഡ് ഓൾസോ ദ ഹാർമോണിക് പോളിനോമിയൽ. ഒറിജിനൽ പ്രോബ്ലം നമ്മൾ നേരത്തെ പറഞ്ഞു സോൾവബിൾ ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഹാർമോണിക് പോളിനോമിയൽ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, സോൾവബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ബൈ ഇറ്റ്സ് വെരി എക്സിസ്റ്റൻസ് സാറ്റിസ്ഫൈ ദ കമ്പാറ്റബിലിറ്റി കണ്ടീഷൻ. ഇറ്റ് ഫോളോസ് ദാറ്റ് V2 മസ്റ്റ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ. അപ്പോൾ V1 സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾസോ എന്തും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം, V2 കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാലല്ലേ V1 + V2 എഴുതുമ്പോൾ നമുക്ക് V കിട്ടും. നമ്മൾ അതായത് U നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് U1 + U2 എന്നാണ്. അപ്പോൾ U1 സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ U2 കൂടി സാറ്റിസ്ഫൈ ചെയ്യണം, അപ്പോഴാണ് U സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു V1 എന്ന് പറഞ്ഞത് സോൾവബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ V2 അതുപോലെ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, കമ്പാറ്റബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി വി ഒബ്സർവ്, അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി, U = V1 + V2 - A × x² - y² കിട്ടും. നമ്മളിവിടെ എടുത്ത പോളിനോമിയൽ x² - y² ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി, U = V1 + V2 - A × x² - y² എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടി. അപ്പോൾ നമ്മൾ റീമാർക്ക് കഴിഞ്ഞു. അപ്പോൾ റീമാർക്കിൽ പറയുന്നത് ന്യൂമാൻ പ്രോബ്ലത്തിലും നമുക്ക് ഡിറിച്ലെറ്റ് കണ്ടീഷൻ ചെയ്ത മാതിരി ഒരു ഒറിജിനൽ പ്രോബ്ലത്തിനെ 2 സബ് പ്രോബ്ലംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട കേസ് വരും. അപ്പോൾ 2 സബ് പ്രോബ്ലംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒറിജിനൽ പ്രോബ്ലം എന്തായിരിക്കും, നമ്മുടെ നെസസറി എക്സിസ്റ്റൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ നമ്മുടെ സബ് പ്രോബ്ലംസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ഗിബ്സ് ഫിനോമിനലിൽ ചെയ്ത മെത്തേഡ്, ആ സെയിം മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹാർമോണിക് പോളിനോമിയൽ എടുത്തു. ആ ഹാർമോണിക് പോളിനോമിയൽ നോട്ട് ഈക്വൽ ടു, ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു Δ1 ഓം ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 വരുന്ന ഒരു ഹാർമോണിക് പോളിനോമിയൽ എടുത്തു. എന്നിട്ട് നമ്മുടെ എന്ത് കണ്ടീഷൻ ചെയ്തു, നമ്മുടെ U1 U2 ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു Δ1 V1 ഉം Δn V2 എടുത്തു, കണ്ടുപിടിച്ചു. അതിൽ V1 V2 എന്തായിരിക്കണം, സോൾവബിലിറ്റി കണ്ടീഷനും ഉണ്ടായിരിക്കണം. സോൾവബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആയി എടുത്തു. പിന്നെ V1 V2 കമ്പാറ്റബിലിറ്റി കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു V1 V2 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും, U = V1 + V2 - A × x² - u². അതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 സബ് പ്രോബ്ലംസ് ആയിട്ടുള്ള ന്യൂമാൻ പ്രോബ്ലത്തിൻ്റെ മെത്തേഡാണ് പറഞ്ഞത്. അതിൽ ലാസ്റ്റ് നമുക്ക് U = V1 + V2 - A × x² - y² ആയിരിക്കും കിട്ടുക. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് അടുത്ത സെക്ഷനാണ് സർക്കുലർ ഡൊമൈൻസ്. ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞത് നമ്മൾ ഏത് റീജിയനിലായിരുന്നു, നമ്മുടെ റീജിയൻ പറഞ്ഞത് സ്ക്വയർ അല്ലെങ്കിൽ മെയിനായിട്ട് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. അങ്ങനെയുള്ളതാണ് റീമാർക്കുമാണ് മുന്നേ പറഞ്ഞത്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെ റീജിയൻ കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ഒരു ഡൊമൈൻ എടുക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലേസ് ഇക്വേഷൻ ക്യാൻ ബി സോൾവ്ഡ് ബൈ സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ് ഇൻ എ ഡിസ്ക്. അപ്പോൾ ഒരു ഡിസ്കിലെ സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ് വെച്ചിട്ട് നമുക്ക് ലാപ്ലേസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ റീജിയനും കഴിഞ്ഞ് സ്ക്വയർ റീജിയനും കഴിഞ്ഞ് അടുത്ത് നമ്മൾ എടുക്കുന്ന റീജിയനാണ് ഡിസ്ക്. ഇനി അപ്പോൾ നമുക്ക് ഡിസ്ക് നോക്കാം. ലെറ്റ് BA be a disk of radius A. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ നമ്മുടെ റീജിയൻ എന്താണ്, ഡിസ്ക്കാണ്. അപ്പോൾ ആ ഡിസ്ക് BA എന്ന് പറഞ്ഞൊരു ഡിസ്ക് എടുത്തു. അത് അതിൻ്റെ റേഡിയസ് A ആണ്, ഒറിജിനാണ്. അറൗണ്ട് ദ ഒറിജിൻ റേഡിയസ് ആയിട്ടുള്ള ഒരു ഡിസ്ക് BA നമ്മൾ എടുത്തു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വി വാണ്ട് ടു ഫൈൻഡ് ദ ഫംഗ്ഷൻ U of xy ദാറ്റ് സോൾവ്സ് ദ ഡിറിച്ലെറ്റ് പ്രോബ്ലം. അപ്പോൾ ഡിറിച്ലെറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ U of xy ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതാണ് നമ്മുടെ മെയിൻ എയിം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, Δu = 0 xy belongs to BA. നമ്മൾ മുന്നത്തെ കേസിൽ എന്താണ് എടുത്തത്, ഒക്കെയാണ് എടുത്തത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിസ്ക് ആണ്. അപ്പോൾ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ എടുക്കുന്ന ഡിസ്ക് BA ആണ്, റേഡിയസ് A ആയിട്ടുള്ള, അറൗണ്ട് ദ ഒറിജിൻ റേഡിയസ് A ആയിട്ടുള്ള ഒരു ഡിസ്ക് ആണ് BA. അപ്പോൾ Δu = 0 xy എന്ന് പറയുന്നത് BL എലമെൻ്റ് ആണ്. U of xy = G of xy ആണ്, xy belongs to ΔBA. അതും കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ 2 എണ്ണം എടുത്തു. It is convenient to solve the equation in polar coordinates in order to use symmetry of the domain. അപ്പോൾ നമുക്ക് മുന്നത്തെ പ്രോബ്ലമൊക്കെ നമ്മൾ സാധാരണ കോർഡിനേറ്റ്സിലാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം
എന്ത് ചെയ്യാൻ പോകുന്നത്, സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോളാർ കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ആർ തീറ്റ ആർ തീറ്റ ആർ തീറ്റ. അതായിരുന്നു പോളാർ കോർഡിനേറ്റ്സ് നമ്മൾ അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യാം. ആൻഡ് ഒരു അൺനോൺ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും നമുക്ക് നമ്മൾ നേരത്തേൽ നമ്മൾ അൺനോൺ ഫംഗ്ഷൻസ് പറഞ്ഞു. ഡോ സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ അങ്ങനെയുള്ളൊരു അൺനോൺ ഫംഗ്ഷൻ്റെ കേസ് പറഞ്ഞു. ഇവിടെ നമ്മൾ അൺനോൺ ഫംഗ്ഷനായിട്ട് എടുക്കുന്നത് ഏതാ? ഡബ്ല്യു ഓഫ് ആർ തീറ്റ. ഡബ്ല്യു ഓഫ് ആർ തീറ്റയാണ് നമ്മുടെ അൺനോൺ ഫംഗ്ഷനായിട്ട് വരുന്നത്. ഈ ഡബ്ല്യു ഓഫ് ആർ തീറ്റ എങ്ങനെയായിരിക്കും? യു ഓഫ് എക്സ് ഓഫ് ആർ തീറ്റ കോമ വൈ ഓഫ് ആർ തീറ്റ. അതായത് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ പോളാർ കോർഡിനേറ്റിൽ എഴുതിയതും വൈനെ പോളാർ കോർഡിനേറ്റിൽ എഴുതിയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു നമ്മൾ എല്ലാം എടുക്കുന്നത് നമ്മൾ ഏത് ഫോമിലാണ് എടുക്കുന്നത്? എല്ലാം പോളാർ കോർഡിനേറ്റ്സിലായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡബ്ല്യു ഓഫ് ആർ തീറ്റ ഈക്വൽ ടു യു ഓഫ് എക്സ് ആർ തീറ്റ വൈ ആർ തീറ്റ. ഇനി ഡബ്ല്യു സാറ്റിസ്ഫൈ നമ്മൾ മുന്നത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ സെക്ഷനിൽ സർക്കിൾ ആവുമ്പോഴും ഇതേപോലെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഏതാ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു ആർ ആർ പ്ലസ് 1/r ഡബ്ല്യു ആർ പ്ലസ് 1/r സ്ക്വയർ ഡബ്ല്യു തീറ്റ തീറ്റ ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ സർക്കിളിൽ പറഞ്ഞ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഡിസ്ക് ആകുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് പോളാർ കോർഡിനേറ്റ്സിൽ സർക്കിളിൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ ഡിസ്കിൻ്റെ കേസിൽ വിത്ത് റെസ്പെക്ട് പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേ ഇക്വേഷൻ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു ആർ ആർ പ്ലസ് 1/r ഡബ്ല്യു ആർ പ്ലസ് 1/r സ്ക്വയർ ഡബ്ല്യു തീറ്റ തീറ്റ ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. ഇനി നമുക്കിത് സോൾവ് ചെയ്യണം. നമ്മുടെ ഡൊമൈൻ ഏതാണ് പറഞ്ഞത്? നമ്മുടെ ഡൊമൈൻ ഡിസ്ക് ആണ്. ഈ ബി എ, അതായത് അറൗണ്ട് ദ ഒറിജിൻ റേഡിയസ് എ ആയിട്ട് വരുന്ന ബി എ ആണ് നമ്മുടെ ഡൊമൈൻ. ആ ഡൊമൈനിൽ നമ്മൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബി എ എന്താണ്? ബി എ ഈക്വൽ ടു സെറ്റ് ആർ തീറ്റ സച്ച് ദാറ്റ് 0 ആറിൻ്റെ റീജിയൻ 0ക്കും എക്കും ഇടയിലാണ് ആറിൻ്റെ റീജിയൻ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിളാണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ റീജിയൻ എന്തായിരിക്കും? 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 2π ആയിരിക്കും നമ്മുടെ ആംഗിൾ തീറ്റ ആയതുകൊണ്ട്. ഇനി ആറ് നമ്മൾ റേഡിയസ് ആയതുകൊണ്ട് 0 ടു സം കോൺസ്റ്റൻറ്റ് എ എന്ന് എടുത്തു. അപ്പോൾ അതാണ് നമ്മുടെ ഡിസ്കിൻ്റെ കേസ് പറഞ്ഞു. ഇനി നമ്മൾ PDE സബ്ജക്റ്റ് ടു ബൗണ്ടറി കണ്ടീഷൻ. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ എടുക്കുകയാണ്. ഡബ്ല്യു ഓഫ് എ തീറ്റ ഈക്വൽ ടു എച്ച് തീറ്റ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഓഫ് എ തീറ്റ കോമ വൈ ഓഫ് എ തീറ്റ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ എന്താ ഡബ്ല്യു ഓഫ് ആർ തീറ്റ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് ആർ തീറ്റ വൈ ആർ തീറ്റയാണ്. ഇവിടെ ആറിന് പകരം എ എന്നെടുത്തു എന്നുള്ളൂ. നമ്മളിവിടെ പറഞ്ഞു യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണെന്നാണ്. അപ്പോൾ ജി ഓഫ് എക്സ് എ തീറ്റ വൈ എ തീറ്റ. അപ്പോൾ യുവിന് പകരം ഇവിടെ യുവിന് പകരം നമ്മളിവിടെ എന്ത് കൊടുത്തു? ജി ഓഫ് എക്സ് ഓഫ് എ തീറ്റ. ആറിന് പകരമാണ് ഇവിടെ എന്ത് കൊടുത്തത്? എ കൊടുത്തത്. വൈക്ക് ആർ തീറ്റയ്ക്ക് പകരം എ തീറ്റ. അപ്പോൾ ഇവിടെ യു ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ജി ഓഫ് എക്സ് ഓഫ് എ തീറ്റ കോമ വൈ ഓഫ് എ തീറ്റ. അതിന് നമ്മൾ എച്ച് ഓഫ് തീറ്റ എന്ന് വിളിച്ചു. ഇത്ര നീട്ടി പറ്റിയതിന് പകരം നമ്മൾ എച്ച് ഓഫ് തീറ്റ എന്ന് എഴുതി. ഇനി and to the additional obvious requirement that limit r tends to 0 w of r theta exist. ഇനി നമുക്ക് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ w of a theta കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് when r tends to 0 w of r theta exist ചെയ്യും. അതായത് അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് കാണിക്കണം. ആൻഡ് ഈസ് ഫൈനൈറ്റ്. അത് ഫൈനൈറ്റ് ആവണം. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു ഫൈനൈറ്റും ആണ് എന്നുള്ളൊരു റിക്വയർമെൻറ്റും കൂടി ഉണ്ട്. അതൊരു അഡീഷണൽ റിക്വയർമെൻ്റ് ആണ്. ഇനി നമ്മളൊരു സൊല്യൂഷൻ ഡബ്ല്യു ഓഫ് ആർ തീറ്റ ഈക്വൽ ടു ആർ ഓഫ് ആർ. അതൊരു പുതിയ ആർ ഓഫ് ആർ. ഈ ടേമിനെ, ഈ തീറ്റ പോലെയുള്ള ഈ ടേമിനെ നമ്മൾ വിളിക്കുന്നത് റോ തീറ്റ എന്നാണ്. അപ്പോൾ അത് മുന്നത്തെ സെക്ഷനിൽ ചാപ്റ്റർ 5ലും 6ലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ ഇതെന്താണ്? ഡബ്ല്യു ഓഫ് ആർ തീറ്റ ഈക്വൽ ടു ആർ ഓഫ് ആർ റോ ബീറ്റ ഓഫ് തീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഫംഗ്ഷൻ ഇൻ ടു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കൊരു സൊല്യൂഷൻ എങ്ങനെയുള്ള ഫോമിലാണ് കിട്ടുക? രണ്ട് ടേമുകളുടെ ആർ ഓഫ് ആർ, അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ആറിലെ ഒരു ഫംഗ്ഷനും പിന്നെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയുടെ ഒരു ഫംഗ്ഷനും, അങ്ങനെ ആറിൻ്റെയും തീറ്റയുടെ രണ്ട് ഫംഗ്ഷൻസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സൊല്യൂഷൻ നമുക്ക് ഡബ്ല്യു ഓഫ് ആർ തീറ്റയ്ക്ക് കിട്ടും. ഈ കിട്ടിയ സൊല്യൂഷനെ നമ്മൾ
ഈ ഇക്വേഷനിൽ, അതായത് ഡെൽറ്റ ഡബ്ല്യു ഡബ്ല്യു ആർ ആർ പ്ലസ് 1/r ഡബ്ല്യു ആർ, ആ പോളാർ കോർഡിനേറ്റിൻ്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ ക്യാപിറ്റൽ ആർ ഡബിൾ ഡാഷ് ഓഫ് ആർ പ്ലസ് ആർ ക്യാപിറ്റൽ ആർ ഡാഷ് ഓഫ് ആർ മൈനസ് ലാംഡ ക്യാപിറ്റൽ ആർ ആർ ഈക്വൽ ടു 0, 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ എ. ഇതെങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് നേരിട്ട് എഴുതിയിട്ടാണിത്. ആർ സ്ക്വയർ ആർ ഡബിൾ ഡാഷ് ഓഫ് ആർ പ്ലസ് ആർ ആർ ഡാഷ് ഓഫ് ആർ മൈനസ് ലാംഡ ആർ ഓഫ് ആർ ഈക്വൽ ടു 0. അതുപോലെ തന്നെ ഇത് ആറിൻ്റെ കേസ്. ഇനി അടുത്ത് നമുക്ക് ഒരു ടേമും കൂടി വിത്ത് റെസ്പെക്ട് ടു തീറ്റയുടെ ഒരു ടേമും കൂടി കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെങ്ങനെ എഴുതും? റോ ബീറ്റ ഡബിൾ ഡാഷ് ഓഫ് തീറ്റ പ്ലസ് ലാംഡ റോ ബീറ്റ ഓഫ് തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ ആറിൻ്റെ കേസിലുള്ളത് എഴുതി, തീറ്റയുടെ കേസിലുള്ളത് എഴുതി, അങ്ങനെ രണ്ട് ടേം കിട്ടി. ഇനി ദ ഇക്വേഷൻ ഫോർ റോ ബീറ്റ ഹോൾസ് അറ്റ് ദ ഇൻ്റർവെൽ. അപ്പോൾ റോ ബീറ്റ എന്ന് പറഞ്ഞത് ആരുടെ ഫംഗ്ഷനാണ്? തീറ്റയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ അതെവിടെയായിരിക്കും ഹോൾഡ് ചെയ്യുക? അതിൻ്റെ ഇൻ്റർവെൽ ഏതായിരുന്നു? 0 to π. അതിൻ്റെ ഇൻ്റർവെൽ 0 to π ആണ്. അപ്പോൾ ആ 0 to πയിലായിരിക്കും ഈ റോ ബീറ്റ ഹോൾഡ് ചെയ്യുക. അതുപോലെ in order that the solution W of r theta be of class E square, we need to improve the two periodicity conditions. അപ്പോൾ നമുക്ക് ഈ ആ രണ്ട് പീരിയോഡിസിറ്റി കണ്ടീഷൻസും ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് തീറ്റ 0യും 2πയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് കാണണം? റോ ബീറ്റയിൽ ഈ 0യും 2π കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് കാണണം. അപ്പോൾ റോ ബീറ്റ ഓഫ് 0 ഈക്വൽ ടു റോ ബീറ്റ ഓഫ് 2π, അത് നമ്മൾ റോ ബീറ്റ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു റോ ബീറ്റ ഡാഷ് ഓഫ് 2π എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷൻസ് 7 റോ ബീറ്റ ഡാഷ് ഓഫ് ഡബിൾ ഡാഷ് ഓഫ് തീറ്റ പ്ലസ് ലാംഡ റോ ബീറ്റ ഡാഷ് ഓഫ് തീറ്റ ഈക്വൽ ടു 0യും ഈ റോ ബീറ്റ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു റോ ബീറ്റ ഡാഷ് ഓഫ് 2π എന്ന് പറഞ്ഞതും സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ പീരിയോഡിസിറ്റി ഇംപ്ലൈ ചെയ്യുന്നു. ഇത് രണ്ടും സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ പീരിയോഡിസിറ്റിനെ ഇംപ്ലൈ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ജനറൽ സൊല്യൂഷൻ ടു ദ സ്റ്റം ലിയോവില്ലി പ്രോബ്ലം ഇസ് ഗിവൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റം ലിയോവില്ലി പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ദ സീക്വൻസ് റോ ബീറ്റ n of theta equal to an cos n theta plus beta n sin n theta sin n theta comma lambda n equal to n square, that's equal to n equal to 0 1 2 3 etc. അപ്പോൾ എന്ത് കിട്ടി? സ്റ്റം ലിയോവില്ലി പ്രോബ്ലം ഒരു സീക്വൻസിൻ്റെ സ്റ്റം ലിയോവില്ലി പ്രോബ്ലത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സീക്വൻസ് ആണ്. റോ ബീറ്റ n ഓഫ് തീറ്റ ഈക്വൽ ടു an cos n theta plus beta n sin n theta lambda n equal to n square. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഏഗൻ, അപ്പോൾ ഈ ലാംഡ n എന്താണ്? ഏഗൻ വാല്യൂസ് ആണ്. ഈ കിട്ടിയിട്ടുള്ള ഏഗൻ വാല്യൂസ് നമ്മുടെ എവിടെയാണ് ലാംഡ നമ്മുടെ മുന്നേ പറഞ്ഞത്? ഈ ആർ സ്ക്വയർ ആർ ഡബിൾ ഡാഷ് ഓഫ് ആർ പ്ലസ് ആർ ഡാഷ് ഓഫ് ആർ മൈനസ് ലാംഡ, ആ ലാംഡയ്ക്ക് പകരം ഈ കിട്ടിയിട്ടുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ലാംഡ n ഏഗൻ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും? ആ ഇക്വേഷനിൽ ലാംഡയ്ക്ക് പകരം കൊടുക്കും. നമുക്ക് എന്ത് കിട്ടും? ഒരു സെക്കൻഡ് ഓർഡർ യൂളർ ODE കിട്ടും. സെക്കൻഡ് ഓർഡർ യൂളർ ODE കിട്ടും. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആർ സ്ക്വയർ ആർ എൻ ഡബിൾ ഡാഷ് പ്ലസ് ആർ എൻ ഡാഷ് മൈനസ് എൻ സ്ക്വയർ ആർ എൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതെന്താണ് ഈ കിട്ടിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റത്തെ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ആ ഇക്വേഷനിൽ ഏഗൻ വാല്യൂസ് ലാംഡ എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ലാംഡയുടെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്കൊരു ODE സെക്കൻഡ് ഓർഡർ യൂളർ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആർ സ്ക്വയർ ആർ എൻ ഡബിൾ ഡാഷ് പ്ലസ് ആർ എൻ ഡാഷ് മൈനസ് എൻ സ്ക്വയർ ആർ എൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ദ സൊല്യൂഷൻ ഓഫ് ദീസ് ഇക്വേഷൻസ് ആർ ഗിവൻ ബൈ അപ്രോപ്രിയേറ്റ് പവേഴ്സ് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ആർ എൻ ഓഫ് ആർ ഈക്വൽ ടു സി എൻ ആർ റേസ് ടു എൻ പ്ലസ് ഡി എൻ ആർ റേസ് ടു മൈനസ് എൻ ഈക്വൽ ടു 1 2 എക്സ്ട്രാ, അങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇപ്പോൾ n ഈക്വൽ ടു 0 വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ ഇവിടെ n ഈക്വൽ ടു 1 തൊട്ടാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ n ഈക്വൽ ടു 0 വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? ആർ നോട്ട് ഓഫ് ആർ ഈക്വൽ ടു സി നോട്ട് പ്ലസ് ഡി നോട്ട് ലോഗ് ആർ ആയിട്ട് മാറും. ഇനി ദ സൊല്യൂഷൻ ഓഫ് ദീസ് ഇക്വേഷൻസ് ഇതിൻ്റെ സ്പെഷ്യൽ കേസ് n ഈക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ n ഈക്വൽ ടു 0 ആകുമ്പോൾ ആർ നോട്ട് ആർ ഈക്വൽ ടു സി നോട്ട് പ്ലസ് ഡി നോട്ട് ലോഗ് ആർ എന്ന് കിട്ടി. ഇനി
നമ്മുടെ ഫങ്ഷൻസ് നമ്മൾ ആർ എൻ ഓഫ് ആർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സി എൻ ഇൻറ്റു ആർ റേസ് ടു എൻ പ്ലസ് ഡി എൻ ആർ റേസ് ടു മൈനസ് എൻ കിട്ടി. ഈ ആർ റേസ് ടു മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ആൻഡ് ദ ഫങ്ഷൻസ് ലോഗ് ആർ സിംഗുലർ. അപ്പോൾ ആർ ഈക്വൽ ടു 0 വരുന്ന കേസിൽ ആർ റേസ് ടു മൈനസ് എന്ന് പറഞ്ഞതും ലോഗ് ആർ എന്ന് പറയുന്നതും സിംഗുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, since we only consider the smooth solutions, we impose the condition dn equal to 0. അപ്പോൾ നമ്മൾ സ്മൂത്ത് സൊല്യൂഷൻ മാത്രം കൺസിഡർ ചെയ്യുന്ന കാരണം നമ്മൾ എന്ത് ചെയ്തു, dn equal to 0 കൊടുത്ത് n equal to 0 to etc. we still have to satisfy the boundary condition. അപ്പോൾ നമുക്ക് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. for this purpose we form the സൂപ്പർ പൊസിഷൻ. അപ്പോൾ ഇതിന് നമ്മൾ ഒരു സൂപ്പർ പൊസിഷൻ ഫോം ചെയ്യാണ്. w of r theta equal to alpha naught by 2 plus sigma n equal to 1 to infinity rn alpha n cos n theta plus beta n sin n theta. അപ്പോൾ ഈ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, w of r theta equal to alpha naught by 2 plus sigma n equal to 1 to infinity rn of alpha n cos n theta plus beta n sin n theta. ഫോർമലി ഡിഫറൻഷ്യേറ്റിംഗ് ദിസ് സീരീസ് ടേം ബൈ ടേം. ഈ സീരീസിൻ്റെ ടേം ബൈ ടേം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇതൊരു ഹാർമോണിക് ആണെന്ന് കിട്ടും. ഇമ്പോസിങ് ദ ബൗണ്ടറി കണ്ടീഷൻ ആൻഡ് യൂസിങ് ദ ക്ലാസിക്കൽ ഫോറിയർ ഫോർമുല. എന്നിട്ട് നമുക്ക് ക്ലാസിക്കൽ ഫോറിയർ ഫോർമുല വെച്ച് നമുക്ക് എന്ത് കിട്ടും, ആൽഫ നോട്ട് ഈക്വൽ ടു 1 by pi ഇൻ്റഗ്രൽ 0 to pi h of psi d psi എന്ന് കിട്ടും. ആൽഫ n ഈക്വൽ ടു 1 by pi a raised to n integral 0 to 2 pi h of psi cos n psi d psi. beta n equal to 1 by pi a raised to n integral 0 to 2 pi h psi sin n psi d psi and greater than or equal to 1 എന്നും കിട്ടും. അപ്പം ഈ കിട്ടിയിട്ടുള്ള w of r theta നമ്മൾ എന്തായിട്ട് പോളാർ കോർഡിനേറ്റിൽ എഴുതിയതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ടേമിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ക്ലാസിക്കൽ ഫോറിയർ ഫോർമുല വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽഫ നോട്ട് ഈക്വൽ ടു 1 by pi ഇൻ്റഗ്രൽ 0 to 2 pi h of psi d psi എന്നും ആൽഫ എന്നിനെ 1 by pi a raised to n ഇൻ്റഗ്രൽ 0 to 2 pi h of psi cos n psi d psi എന്നും ബീറ്റ എന്നിനെ 1 by pi a raised to n ഇൻ്റഗ്രൽ 0 to 2 pi h of psi sin n psi d psi and greater than or equal to 1 എന്നും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഡിസ്ക്രിറ്റ് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പോളാർ കോർഡിനേറ്റ്സിൽ മാറ്റുക. എന്നിട്ട് പോളാർ കോർഡിനേറ്റ്സിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ ഡബ്ല്യു ഡബ്ല്യു ആർ ആർ പ്ലസ് 1 by r ഡബ്ല്യു ആർ പ്ലസ് 1 by r സ്ക്വയർ ഡബ്ല്യു തീറ്റ ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ്റെ എന്ത് ചെയ്യാം, ആ ഇക്വേഷനിലെ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ആറും വിത്ത് റെസ്പെക്ട് ടു തീറ്റയും അങ്ങനെ അതിൻ്റെ ആ രണ്ടിൻ്റെയും ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ആറും വിത്ത് റെസ്പെക്ട് ടു തീറ്റയും രണ്ട് ഫംഗ്ഷൻ കിട്ടും. അതിൻ്റെ കമ്പൈൻ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും w of r theta കിട്ടുക. അപ്പോൾ അതിന് ആറ് വിത്ത് റെസ്പെക്ട് ടു ആറിന് ഒരു ഇക്വേഷൻ വരും, വിത്ത് റെസ്പെക്ട് ടു റോ ബീറ്റയ്ക്കും ഒരു ഇക്വേഷൻ വരും. അതിൽ റോ ബീറ്റ എന്ന് പറയുന്നത് റോ ബീറ്റയുടെ വിത്ത് റെസ്പെക്ട് റോ ബീറ്റ ഓഫ് തീറ്റ 0യും റോ ബീറ്റ ഓഫ് 2 പൈയും നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡ് ഓർഡറിൻ്റെ പീരിയോഡിസിറ്റി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാംഡായന് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ സ്റ്റോം ലിയോവില്ലി പ്രോബ്ലത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ സീക്വൻസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോൾ റോ ബീറ്റ എൻ ഓഫ് തീറ്റ ഈക്വൽ ടു n cos n തീറ്റ പ്ലസ് ബീറ്റ n sin n തീറ്റ ഈക്വൽ sin n തീറ്റ ലാംഡ n ഈക്വൽ ടു n സ്ക്വയർ എന്ന് കിട്ടും. അതിൽ ലാംഡാൻ്റെ വാല്യൂസ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ആർ സ്ക്വയർ ആർ ഡബിൾ ഡാഷ് ഓഫ് ആർ പ്ലസ് ആർ ഡാഷ് ഓഫ് ആർ മൈനസ് ലാംഡ ആർ ഓഫ് ആർ ഈക്വൽ ടു 0 എന്നതിൽ ലാംഡയുടെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. നമുക്ക് എന്ത് കിട്ടും, ഒരു സെക്കൻഡ് ഓർഡർ യൂളർ ODE കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ആർ സ്ക്വയർ ആർ എൻ ഡബിൾ ഡാഷ് പ്ലസ് ആർ എൻ ഡാഷ് മൈനസ് എൻ സ്ക്വയർ ആർ എൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഈ സൊല്യൂഷൻ ഈ ഇക്വേഷൻസ് എന്ന് പറഞ്ഞത് ആറിൻ്റെ അപ്രോപ്രിയേറ്റ് പവറായിട്ട് എഴുതുമ്പോൾ ആർ എൻ ഓഫ് ആർ ഈക്വൽ ടു സി എൻ ആർ റേസ് ടു എൻ പ്ലസ് ഡി എൻ ആർ റേസ് ടു മൈനസ് എന്ന് കിട്ടും. ഇതിൽ n ഈക്വൽ ടു 1 2 എന്ന കേസാണ് പറയുന്നത്. അപ്പോൾ n ഈക്വൽ ടു 0 എന്ന കേസ് നമ്മൾ നോക്കുമ്പോൾ ആർ നോട്ട് ഓഫ് ആർ ഈക്വൽ ടു സി നോട്ട് പ്ലസ് ഡി നോട്ട് ഓഫ് ലോഗ് ആർ. ഇവിടെ ആർ റേസ് ടു മൈനസ് എന്നിൻ്റെയും ലോഗ് ആറിൻ്റെയും വാല്യൂസ് അറ്റ് ഒറിജിനിൽ എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഡി എൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്, n ഈക്വൽ ടു 0 1 2 എക്സെട്ര. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി എൻ 0 കൊടുക്കുമ്പോൾ ആർ നോട്ട് ഓഫ് ആർ ഈക്വൽ ടു സി നോട്ട് എന്ന് കിട്ടും. നമുക്കിനി ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ w of r theta ഈക്വൽ ടു ആൽഫ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity r ഓഫ് ആൽഫ n cos n theta പ്ലസ് ബീറ്റ n sin theta.
ആ കിട്ടിയിട്ടുള്ള സൊല്യൂഷനിൽ നമ്മൾ ബൗണ്ടറി കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലാക്കിയപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അതിൽ നിന്ന് നമ്മൾ ടേം ബൈ ടേം ഇതിൽ ഈ ടേം ബൈ ടേം ആയിട്ട് ഈ കിട്ടിയിട്ടുള്ളതിനെ ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഹാർമോണിക് ആണെന്ന് കിട്ടും, ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് കിട്ടും. പിന്നെ നമ്മൾ ക്ലാസിക്കൽ ഫോറിയർ ഫോർമുല വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ നോട്ടും ആൽഫ എനും ബീറ്റ എനും കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സർക്കുലർ ഡൊമൈൻസ്. അതായത് ലാപ്ലേസ് ക്യാൻ ബി സോൾവ് ബൈ സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ് ഇൻ എ ഡിസ്ക്. അപ്പോൾ ഒരു ഡിസ്കിൽ സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ് സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ് ഫോം യൂസ് ചെയ്തിട്ട് ലാപ്ലേസ് ഇക്വേഷൻ്റെ സോൾവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.